ഓം നമോ ഭഗവതേ വാസുദേവായ. വിഷ്ണു ജിഷ്ണു മഹാവിഷ്ണു പ്രഭവിഷ്ണു മഹേശ്വരം അനേകരൂപദൈത്യാന്തം നമാമി പുരുഷോത്തമം. സർവവ്യാപിയും ജിഷ്ണു ജയസ്വരൂപനും മഹാവിഷ്ണു മഹത്തായ വിഷ്ണു മഹാവിഷ്ണു എന്ന പേരോടുകൂടിയ എല്ലാവരുടെയും പ്രഭുവായിട്ടുള്ള മഹത്തായ ഈശ്വരനായിട്ടുള്ള ദൈത്യന്മാരുടെ അന്തത്തിനായി അനേക രൂപം കൈക്കൊണ്ടിട്ടുള്ള ആ പുരുഷോത്തമനെ ഞാനിതാ നമിക്കുന്നു എന്നുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. തുടർന്ന് പറയുന്നു, കേശവ പാതുമേ പാദൗ ജംഘേ നാരായണോ മമ മാധവോ മേ കടിം പാതു ഗോവിന്ദോ ഗുഹ്യമേവ ച. ഇവിടെ ആത്മരക്ഷാർത്ഥമായിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ സഹസ്രനാമം ജപിക്കുന്ന അവസരത്തിൽ എല്ലാ മംഗളങ്ങളും സിദ്ധിക്കുന്നതിനു വേണ്ടി ഭഗവാന്റെ തന്നെ നാമങ്ങളെ അങ്ങനെ വിന്യസിക്കുകയാണ് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക്. ആ ഓരോ ഭാഗങ്ങളും വിവിധ പേരുകളിലുള്ള ഭഗവാൻ രക്ഷിക്കട്ടെ എന്നിങ്ങനെ ആത്മരക്ഷയ്ക്കുള്ള കവചമായിട്ട് നാം അതിനെ ഉദ്ധരിക്കുകയാണ്. അത് ഏതൊക്കെ രൂപത്തിലുള്ള ദേവനാണ്, ഏതൊക്കെ ഭാഗമാണ് എന്നിങ്ങനെ പറയുന്നതാണ് അവിടെ. കേശവ പാതുമേ പാദൗ ജംഘേ നാരായണോ മമ മാധവോ മേ കടിം പാതു ഗോവിന്ദോ ഗുഹ്യമേവ ച. കേശവഃ മേ പാദൗ പാതു ന. കേശവൻ എന്ന പേരോടുകൂടിയ ഭഗവാൻ എൻ്റെ പാദങ്ങളെ, പാദൗ ദിവചനമാണ്, പാദങ്ങളെ രക്ഷിക്കട്ടെ. ജംഘേ നാരായണോ മമ. ജംഘ എന്ന് പറയുന്നത് കണങ്കാലാണ്. ജംഘേ അതിൻ്റെ ദ്വിവചനം. ജംഘേ എൻ്റെ ഇരു കണങ്കാലുകളും സാക്ഷാൽ നാരായണൻ രക്ഷിക്കട്ടെ. പാതു എന്നുള്ള ക്രിയ നമ്മൾ ഓരോന്നിൻ്റെയും കൂടെ അന്വയിക്കേണ്ടതായിട്ടുണ്ട്. മാധവോ മേ കടിം പാതു. മേ കടിം എൻ്റെ അരക്കെട്ട്, കടിപ്രദേശം, അത് മാധവോ പാതു. മാധവഃ പാതു എന്നാണ്. സന്ധി വരുമ്പോഴാണ് മാധവോ എന്നിങ്ങനെ ആവുന്നത്. ഗോവിന്ദോ ഗുഹ്യമേവ ച. ഗുഹ്യഭാഗം ഗോവിന്ദൻ രക്ഷിക്കട്ടെ. എൻ്റെ പാദങ്ങൾ കേശവനും കണങ്കാലുകൾ നാരായണനും അരക്കെട്ട് സാക്ഷാൽ മാധവനും ഗുഹ്യഭാഗം ഗോവിന്ദനും രക്ഷിക്കട്ടെ. നാഭിം വിഷ്ണുസ്തു മേ പാതു ജഠരം മധുസൂദന. മേ നാഭിം തു വിഷ്ണു പാതു. എൻ്റെ നാഭിയാകട്ടെ, അതിനെ സാക്ഷാൽ വിഷ്ണു തന്നെ, മഹാവിഷ്ണു തന്നെ രക്ഷിക്കട്ടെ, നാഭിപ്രദേശത്തെ. ജഠരം മധുസൂദന. ജഠരം വയറ്, ആ വയറ് മധുസൂദനനും. ഉരസ് ത്രിവിക്രമപാതു. ഉരസ്സിനെ, വക്ഷപ്രദേശത്തെ ത്രിവിക്രമൻ, വാമനമൂർത്തിയാണ്. ഉരസ് ത്രിവിക്രമപാതു. ത്രിവിക്രമൻ, ത്രിവിക്രമനാണ്. ഹൃദയം പാതു വാമനഃ. അപ്പൊ ഉരസ് ത്രിവിക്രമനും ഹൃദയം വാമനനും, വാമനമൂർത്തിയും രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. ശ്രീധര പാതുമേ കണ്ഠം. ശ്രീധരൻ, ശ്രീയെ ധരിക്കുന്നവൻ സാക്ഷാൽ ശ്രീധരൻ ആയിട്ടുള്ള ഭഗവാൻ എൻ്റെ കണ്ഠപ്രദേശത്തെ, കഴുത്തിനെ രക്ഷിക്കട്ടെ.
ഋഷികേശോ മുഖം മമ, മുഖത്തെ ഋഷികേശനായ ആ ദേവൻ രക്ഷിക്കട്ടെ. പത്മനാഭസ്തു നയനെ, നയനം കണ്ണ്, നയനെ അതിന്റെ ദ്വിവചനം നയനെ, എന്റെ ഇരു കണ്ണുകളും പത്മനാഭഃ തു പാതു, പത്മനാഭൻ രക്ഷിക്കട്ടെ. ശിരോ ദാമോദരോ മമ, ശിരസിനെ, ആ ശിരസ് ദാമോദരനും രക്ഷിക്കട്ടെ എന്നാണ്. കേശവ പാതുമേ പാദൗ ജംഘേ നാരായണോ മമ, മാധവോ മേ കടിം പാതു ഗോവിന്ദോ ഗുഹ്യമേവ ച, നാഭിം വിഷ്ണുസ്തു മേ പാതു ജഠരം മധുസൂദന, ഉരത്രിവിക്രമഃ പാതു ഹൃദയം പാതു വാമനഃ, ശ്രീധര പാതു മേ കണ്ഠം ഋഷികേശോ മുഖം മമ, പത്മനാഭസ്തു നയനേ ശിരോ ദാമോദരോ മമ. ഇനി പറയാം. ഏവമേതാനി നാമാനി ജപകാലേ വിശേഷത വിന്യസേത് ആത്മരക്ഷാർത്ഥം സർവമംഗളസിദ്ധയേ. ഏതാനി നാമാനി, ഈ പേരുകൾ പ്രകാരമുള്ള ഈ നാമങ്ങളെ ജപകാലേ, സഹസ്രനാമം ജപിക്കുന്ന അവസരത്തില്, ജപകാലേ വിശേഷതഃ, വിശേഷതഃ വിന്യസേത്, വിശേഷിച്ചും വിന്യസിക്കേണ്ടതാണ്. ഈ നാമങ്ങളെ സഹസ്രനാമം ജപിക്കുന്ന സമയത്ത് വിശേഷിച്ചും വിന്യസിക്കേണ്ടതാണ്. അതെന്തിനു വേണ്ടി എന്നാണെങ്കിൽ ആത്മരക്ഷാർത്ഥം സർവമംഗള സിദ്ധയെ എന്നിങ്ങനെയാണ്. ആത്മരക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ എല്ലാ മംഗളങ്ങളും സിദ്ധിക്കുന്നതിന് വേണ്ടിയും ഈ നാമങ്ങളെ നിങ്ങൾ വിന്യസിച്ചു കൊള്ളേണ്ടതാണ് എന്ന് ഉപദേശിച്ച് തരികയാണ് ചെയ്യുന്നത്. അപ്പോ മഹാവിഷ്ണുവിന്റെ ദിവ്യായുധങ്ങളാണ്, ദിവ്യായുധങ്ങളായ ശംഖ്, ചക്രം, ഗദ, പത്മം, ഇവ ഇങ്ങനെ 4 കൈകളിലും മാറി മാറി ധരിക്കും. ഈ ശംഖും ചക്രവും ഗദയും പത്മവും ഒക്കെ മാറി മാറി 4 കൈകളിൽ തന്നെ മാറി മാറി ധരിക്കുമ്പോൾ ഏതാണ്ട് 24 രീതിയിൽ അത് ധരിക്കുവാൻ കഴിയും എന്നാണ് പറയുന്നതല്ല, അങ്ങനെ ധരിക്കാൻ കഴിയും. അങ്ങനെ മാറി മാറി ധരിക്കുമ്പോൾ ആ സ്വരൂപ ധ്യാനത്തിന് നമുക്ക് ഇങ്ങനെയുള്ള ആ 24 മൂർത്തികളെയും അങ്ങനെ ധ്യാനിക്കാനായിട്ട് സാധിക്കും. അതിൽ ഇവിടെ നമ്മളിപ്പോൾ ഏതാണ്ട് 12 നാമങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേശവൻ, അതുപോലെ നാരായണൻ, മാധവൻ, ഗോവിന്ദൻ, വിഷ്ണു, മധുസൂദനൻ, ത്രിവിക്രമൻ, വാമനൻ, ശ്രീധരൻ, ഋഷികേശൻ, പത്മനാഭൻ, ദാമോദരൻ എന്നിങ്ങനെയുള്ള 12 മൂർത്തികളെയാണ് നമ്മളിവിടെ ആത്മരക്ഷയ്ക്കുള്ള കവചമായിട്ട് ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 12 നാമങ്ങളും സഹസ്രനാമങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി അതിന്റെ അംഗന്യാസമാണ്. അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി. അപ്പോൾ ഉചിതമായ മന്ത്രത്തോടുകൂടി ഈ ശരീര സ്പർശനമൊക്കെ ചെയ്ത് ദേവതയെ സ്ഥാപിക്കലാണ് ഈ അംഗന്യാസം എന്ന് പറയുന്നത്. അത് ശരിക്കും നമ്മൾ ഗുരുമുഖത്ത് നിന്ന് ഉപദേശമായി ലഭിക്കേണ്ടതാണ്. ഇവിടെ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് അംഗന്യാസമാണ്. അത് നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചത് കൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. എങ്കിലും അതൊന്നും അറിയാൻ വേണ്ടി മാത്രം പറയുന്നു. അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി അനുഷ്ടുപ് ഛന്ദഃ ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമൻ നാരായണോ ദേവത. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അവൃതാംശുദ്ഭവോ ഭാനു എന്ന് ബീജം, ഇതി ബീജം. ദേവകീ നന്ദന സ്രഷ്ട ഇതി ശക്തി. ഉദ്ഭവ ക്ഷോഭണോ ദേവ ഇതി പരമഃ മന്ത്രഃ. ശംഖഭൃത് നന്ദകി ചക്രി. ശംഖഭൃത്ത് നന്ദകി ചക്രി എന്നത് കീലകമാണ്. ശാർംഗധന്വ ഗദാധര ഇതി അസ്ത്രം. രഥാംഗപാണി, രഥാംഗം ചക്രമാണ്, ആ ചക്രം കയ്യിലുള്ളവൻ ചക്രപാണി. രഥാംഗപാണി അക്ഷോഭ്യ എന്നുള്ളത് ഇതി നേത്രം.
ത്രിസാമാസാമക എന്നുള്ളത് ത്രിസാമക സാമ ഇതി കവചം. ആനന്ദം പരബ്രഹ്മ ഇതി യോനിഹി. ഋതു സുദർശന കാല ഇതി ദിഗ്ബന്ധഃ. ശ്രീ വിശ്വരൂപ ഇതി ധ്യാനം. ശ്രീ മഹാവിഷ്ണു പ്രീത്യർത്ഥേ സഹസ്രനാമ ജപേ വിനിയോഗഃ. സഹസ്രനാമ ജപത്തില് മഹാവിഷ്ണുവിന്റെ പ്രീതിക്ക് വേണ്ടി ഇതിനെ വിനിയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഈ അംഗന്യാസത്തിന്റെ അതിന്റെ പ്രത്യേകതകളും അതിന്റെ രീതികളും മറ്റുമൊക്കെ നമ്മൾ ഗുരുമുഖത്തു നിന്ന് ലഭിക്കേണ്ടതാണ്. ഇനി അതിന്റെ ധ്യാനം. ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണി വിലസത് സൈകതൈർമൗക്തികാനാം മാലാക്ലിപ്താസനസ്ത സ്ഫടികമണി നിഭൈർമൗക്തികൈർമണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരചിതൈർമുക്തപീയൂഷവർഷൈഃ ആനന്ദീ നഃ പുനീയാത് അരിനളിന ഗദ ശങ്കപാണിർമുകുന്ദ. ക്ഷീരോദന്വത് പ്രദേശേ. ക്ഷീരോ ഉദതി എന്ന് പറയുന്നത് പാൽക്കടലാണ്. ക്ഷീരോദന്വത് പ്രദേശം, ആ പാൽക്കടലിന്റെ തീരം. അവിടെ ശുചി മണി വിലസത് സൈകതം, ശുദ്ധമായ രത്നങ്ങൾ പോലെ, ശുചിയായ മണി പോലെ വിലസുന്ന സൈകതം. സൈകതം മണൽപ്പരപ്പാണ്. അപ്പോ പാലാഴിയുടെ തീരത്ത് നല്ല ശുദ്ധമായ രത്നങ്ങൾ പോലെ തിളങ്ങുന്ന ശോഭിക്കുന്ന ആ മണൽപ്രദേശത്ത് മൗക്തികാനാം മാലാക്ലിപ്താസനസ്ത, മൗക്തികങ്ങളുടെ, മൗക്തികങ്ങൾ മുത്തുമാലകളാണ്, ആ മുത്തുമാലകളാൽ ക്ലിപ്താസനസ്ഥ അലങ്കൃതമായിട്ടുള്ള ആസനത്തിൽ ഇരിക്കുന്നവൻ. തന്റെ സിംഹാസനം മുത്തുമാലകളാൽ അലങ്കരിച്ചിട്ടുണ്ട്. ആ മനോഹരമായ മുത്തുമാലകളാൽ അലങ്കൃതമായ സിംഹാസനത്തിൽ ഇരിക്കുന്നവനും സ്ഫടികമണി നിഭൈർമൗക്തികൈർമണ്ഡിതാംഗ. സ്ഫടികമണികൾ കൊത്ത, സ്ഫടികമണികൾ പോലെ, മുത്തുമണികൾ പോലെയുള്ള, കണ്ണാടി ചില്ലൊത്ത എന്നൊക്കെ നമ്മൾ പറയും. അതാണ് സ്ഫടികമണികൾ കൊത്ത മുത്തുകൾ. ആ മുത്തുകളാൽ മണ്ഡിതം അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന അംഗം, അവയവങ്ങൾ, ശരീരം എന്നർത്ഥം. അപ്പോ സ്ഫടികമണികൾ പോലെയുള്ള മുത്തുകളാൽ അലങ്കരിക്കപ്പെട്ട ശരീരത്തോടു കൂടിയവനും ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരചിതൈർ എന്നാണ്. ശുഭ്രമായ അഭ്രങ്ങൾ, ശുഭ്രം വെള്ളമേഘങ്ങൾ, ആ വെള്ളമേഘങ്ങൾ ശുഭ്രമായ അഭ്രങ്ങൾ അദഭ്രൈഹി, അതിങ്ങനെ വർഷിക്കുന്ന, ഉപരിവിരചിതൈഹി, ആ ശുഭ്രമായ വെള്ളമേഘങ്ങൾ അങ്ങനെ വർഷിക്കുന്ന അതിന്റെ ആ അമൃതവർഷം, ആ അമൃതവർഷത്തിനെ അങ്ങനെ വിരചിതേർ മുക്ത പീയൂഷ വർഷം എന്നാണ്. ഈ വെള്ളമേഘങ്ങൾ വർഷിക്കുന്ന ആ അമൃത് കൊണ്ട് ആനന്ദം അനുഭവിക്കുന്നവനാണ് ആനന്ദീ. ആ പീയൂഷ വർഷം കൊണ്ട്, എവിടെ നിന്നുള്ള പീയൂഷവർഷം? ശുഭ്രമായ അഭ്രത്തിൽ നിന്ന്, അതിന്റെ ഉപരി, അതിൽ നിന്നിങ്ങനെ വിരചിക്കുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നിങ്ങനെ ഒഴുകി വരുന്ന അമൃതത്താൽ ആനന്ദി, ആനന്ദം അനുഭവിക്കുന്നവനും ആയ ആ വിഷ്ണു മുകുന്ദൻ. നഹ, നഹ നമ്മളെ എന്നർത്ഥം. അസ്മാകം നഹ, നാം, നമ്മളെ, ഇങ്ങനെയൊക്കെയുള്ള വിഷ്ണു. എങ്ങനെ? പാലാഴിയുടെ തീരത്ത് ശുദ്ധമായ രത്നങ്ങൾ പോലെ ശോഭിക്കുന്ന മണൽ പ്രദേശത്ത് മുത്തുകൊണ്ട് അലങ്കൃതമായിരിക്കുന്ന ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവനും, പിന്നെ സുന്ദരങ്ങളായ മുത്തുകളാൽ അലങ്കരിക്കപ്പെട്ട ശരീരത്തോട് കൂടിയവനും, ശുഭ്രമായ മേഘങ്ങൾ വർഷിക്കുന്ന ആ അമൃതജലത്താൽ ആനന്ദം അനുഭവിക്കുന്നവനുമായ ആ ഭഗവാൻ. എങ്ങനെയുള്ള ഭഗവാൻ? അരി നളിന ഗദാ ശങ്ക പാണിർ മുകുന്ദ എന്നാണ്. മുകുന്ദൻ, മുകുന്ദൻ പുനീയാത്, പുനീയാത് രക്ഷിക്കട്ടെ എന്നാണ്. നമ്മളെ രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ പരിശുദ്ധരാക്കട്ടെ എന്നാണ്. പുനീയാത് എന്നുള്ളതിന് നമ്മളെയൊക്കെ പരിശുദ്ധരാക്കി മാറ്റട്ടെ ആ ഭഗവാൻ. എങ്ങനെയുള്ള ഭഗവാനാണ്? അരി നളിന ഗദ ശംഖ പാണിയാണ്. പാണി കൈയാണ്, അദ്ദേഹത്തിന്റെ കയ്യില് 4 കൈകളാണ്. ആ 4 കൈകളിലും എന്തൊക്കെയാണുള്ളത്? ഒന്ന് അരി, ചക്രം, നളിനം താമര, ഗദ, ഗദ
ശംഖ്, ശംഖ്. അപ്പോ ആ 4 കൈകളിലും അരിയും നളിനവും ഗദയും ശംഖും. ഇങ്ങനെ ഇത് പാണിയിലുള്ള, ഇതിങ്ങനെ കൈകളിലുള്ളവനായ ആ മുകുന്ദൻ നമ്മളെയൊക്കെ രക്ഷിക്കട്ടെ എന്ന് അർത്ഥം. ക്ഷീരോദന്വത്പ്രദേശേ ശുചിമണി വിലസത്സൈകതേ മൗക്തികാനാം മാലാക്ലിപ്താസനസ്ത സ്ഫടികമണി നിഭൈഃ മണ്ഡിതൈർമണ്ഡിതാംഗഃ ശുഭ്രൈരഭ്രൈരദഭ്രൈരുപരി വിരചിതൈഃ മുക്തപീയൂഷവർഷൈഃ ആനന്ദീ നഃ പുനീയാത് അരി നളിന ഗദാ ശങ്കപാണിർമുകുന്ദ. തുടർന്ന് ഭൂപാദൗ യസ്യ നാഭിർ വിയദസുരനിലശ്ചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാശിരോ ദ്യൗർമുഖമഭിദഹനോ യസ്യ വാസ്തേയമബ്ധിഃ അന്തസ്ഥം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗി ഗന്ധർവദൈത്യൈഃ ചിത്രം രമ്യതേ തം ത്രിഭുവനവപുഷം വിഷ്ണു ഈശം നമാമി. ഭൂപാദൗ യസ്യ നാഭി വിയത്ത് അസു അനില ചന്ദ്രസൂര്യൗ ച നേത്രേ കർണൗ ആശ ശിരഃ ദ്വൗഃ മുഖം അഭി ദഹനഃ യസ്യ വാസ്തേയം അബ്ധിഃ അന്തസ്ഥം യസ്യ വിശ്വം സുര നര ഖഗ ഗോ ഭോഗി ഗന്ധർവ ദൈത്യൈഃ ചിത്രം രമ്യതേ തം ത്രിഭുവനവപുഷം വിഷ്ണു ഈശം നമാമി എന്നാണ് അതിന്റെ പദച്ഛേദം. ഇനി അതിന്റെ അർത്ഥം നോക്കാം. ഇവിടെ വിഷ്ണു ഈശം നമാമി എന്നാണ്. ആ ഈശനായ, എല്ലാവരുടെയും ഈശ്വരനായ ആ വിഷ്ണുവിനെ, വ്യാപനശീലമുള്ളവനായ വിഷ്ണുവിനെ ഞാനിതാ നമിക്കുന്നു. നമാമി, അഹം നമാമി എന്നാണ്, ഞാൻ നമിക്കുന്നു. എങ്ങനെയുള്ള ത്രിഭുവന വപുഷം, ത്രിഭുവനം, 3 ലോകങ്ങളും. 3 ലോകം എന്ന് പറയുന്നത് 14 ലോകങ്ങളും കൂടെയാണ്. ഭൂ ഭുവ സ്വഹ എന്ന് നമ്മൾ പറയുന്ന ആ 3 ലോകങ്ങൾ എന്ന് പറയുന്നത് ചതുർദശ ലോകങ്ങളും കൂടിയാണ്. ആ ലോകങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നവനായ ത്രിഭുവന വപുഷം, ആ 3 ലോകങ്ങളും തന്റെ ശരീരമായിട്ടുള്ള വിഷ്ണു, ഈശനായ വിഷ്ണുവിനെ നമിക്കുന്നു. ഇനി ഈ 3 ലോകങ്ങളിലും അദ്ദേഹം നിറഞ്ഞു നിൽക്കണമെങ്കിൽ ആ രൂപം ഒന്ന് വർണ്ണിക്കുകയാണ്. നമ്മൾ ഭാഗവതത്തിലും മറ്റും വിരാട് സ്വരൂപം, ഭഗവാന്റെ വിരാട് സ്വരൂപം കാണാറുണ്ട്. അതിന്റെ ഒരു ഏകദേശ വിവരണം തന്നെയാണ് ഈ ധ്യാന ശ്ലോകത്തിൽ നൽകുന്നത്. എങ്ങനെയൊക്കെയാണ് ഈ 3 ലോകങ്ങളിലും അദ്ദേഹം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്? ഒന്ന്, ഭൂപാദൗ, അദ്ദേഹത്തിന്റെ ഭഗവാന്റെ പാദങ്ങൾ എന്ന് പറയുന്നത് ഭൂലോകമാണ്. ഏതൊരാളിന്റെ അതാണ്. ഭൂപാദൗ യസ്യ എന്നാണ്. യസ്യ ഏതൊരാളിന്റെ പാദങ്ങളാണോ ഈ ഭൂമി, അല്ലെങ്കിൽ ഈ ഭൂമി ഏതൊരാളിന്റെ പാദങ്ങളാകുന്നുവോ, പാദൗ ദ്വിവചനമാണ്, 2 പാദങ്ങൾ. നാഭി, ഭഗവാന്റെ നാഭി, പുക്കിൾ കൊടി, അത് വിയത്ത് എന്നാണ്. വിയത്ത് ആകാശം, അദ്ദേഹത്തിന്റെ നാഭി വിയത്ത് ആണ്. ഇനി അസു എന്ന് പറയുന്നത്, അസു പ്രാണനാണ്. ഭഗവാന്റെ പ്രാണങ്ങൾ എന്ന് പറയുന്നത് അനിലനാണ്. വായുവാണ് പ്രാണൻ. ചന്ദ്രസൂര്യവും ദ്വിവചനമാണ്, ചന്ദ്രനും സൂര്യനും. നേത്രേ എന്നത് ദ്വിവചനമാണ്. അകാരാന്ത ശബ്ദങ്ങളായതുകൊണ്ടാണ് സൂര്യൗ എന്ന് വന്നത്. ഇവിടെ നേത്രം എന്നുള്ളത് മകാരാന്തമായതുകൊണ്ട് അതിന് നേത്രേ, അതും ദ്വിവചനമാണ്. അവർ ഭഗവാന്റെ 2 നേത്രങ്ങൾ എന്ന് പറയുന്നത് ചന്ദ്രനും സൂര്യനുമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആ പാദം ചൊല്ലുമ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ സുര നില എന്നിങ്ങനെ 2 ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. ആ ശ്ലോകത്തിൽ അങ്ങനെ 2 ശബ്ദങ്ങൾ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അസു അനില എന്നാണ് അതിന്റെ പദച്ഛേദം. അങ്ങനെ നമ്മൾ പദം പിരിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും സുര നില എന്നീ ശബ്ദങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതും അങ്ങനെ ഉച്ചരിക്കുന്നത്. ഭൂപാദൗ യസ്യ നാഭി വിയത് അസു അനില ചന്ദ്രസൂര്യൗച നേത്രേ. ചന്ദ്രസൂര്യന്മാർ രണ്ട് നേത്രങ്ങളും. കർണാവാശ, അത് പിരിക്കുമ്പോൾ കർണൗ ദ്വിവചനമാണ്. കർണൗ ഇരു കർണങ്ങൾ, ചെവികൾ. ആശ ദിക്കുകളാണ്. കർണൗ ആശ. ശിരോ ദ്വൗ എന്നാണ് തന്റെ ശിരസ്. ശിരസ് എന്ന് പറയുന്നത് ദ്വൗ സ്വർഗം. പാതാളം, ഭൂമി, സ്വർഗം എന്ന അർത്ഥത്തിലാണെങ്കിൽ സ്വർഗം, സത്യലോകം ഭഗവാന്റെ ശിരസ്സാണ്. കർണൗ ആശ ശിരോ ദ്വൗ. ശിരസ് എന്ന് പറയുന്നത് സ്വർഗമാണ്. ദ്വൗ. മുഖമഭിദഹനോ എന്നാണ് ഭഗവാന്റെ മുഖം. മുഖം വായ എന്ന് പറയുന്നത് ദഹനമാണ്. ദഹന എന്ന് പറഞ്ഞാൽ അഗ്നി. ദഹന. വദനം നമുക്കു ശിഖി, വസനങ്ങൾ സന്ധ്യകളും എന്ന എഴുത്തച്ഛന്റെ ഹരിനാമകീർത്തനത്തിലെ ശ്ലോകം നമുക്കിവിടെ ഓർക്കാവുന്നതാണ്. ദ്യൗ മുഖമഭിദഹനഃ. ദഹനനാണ് ഭഗവാന്റെ മുഖം. യസ്യ ഏതൊരാളിന്റെ മുഖമാണോ ദഹനനായിട്ടുള്ളത്. വാസ്തേയം അബ്ധി. വാസസ്ഥലം എന്ന് പറയുന്നത് അബ്ധിയാണ്, സമുദ്രമാണ്. ഇനി അന്തസ്ഥം, അദ്ദേഹത്തിന്റെ അന്തത്തിൽ സ്ഥിതി ചെയ്യുന്നു, ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. എന്തൊക്കെ? ഏതൊരാളിന്റെ യസ്യ ഏതൊരാളിന്റെ ഉള്ളിലാണോ അന്തസ്ഥം വിശ്വം. ഈ ലോകം മുഴുവൻ ഏതൊരാളിന്റെ ഉള്ളിലാണോ നിലനിൽക്കുന്നത്. എന്തൊക്കെയുള്ള ലോകം? സുര നര ഖഗ ഗോ ഭോഗി ഗന്ധർവ ദൈത്യൈഹി എന്നാണ്. സുരൻ, ദേവന്മാർ, നരന്മാർ, ഖഗങ്ങൾ, പക്ഷികൾ, ഗോവ് പശുവെന്നോ അല്ലെങ്കിൽ ഭൂമിയെന്നോ ഒക്കെ നമുക്ക് അർത്ഥം പറയാം. ആ ഗോവ്, അതുപോലെ ഭോഗി സർപ്പങ്ങൾ, ഗന്ധർവന്മാർ, ദൈത്യന്മാർ, അസുരന്മാർ എന്ന് വേണ്ട ചിത്രം. അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നു. എന്തോ ഒരു വിചിത്രമാണ് ചിത്രം. രമ്യതേ, അതങ്ങനെ വളരെ വിചിത്രമായി ശോഭിക്കുന്ന ആ ത്രിഭുവനമാകുന്ന ശരീരത്തോടു കൂടിയ വിഷ്ണുവിനെ ഞാനിതാ നമിക്കുന്നു എന്നതിന് ആ ശ്ലോകത്തിന് നമുക്ക് അർത്ഥം പറയാനായിട്ട് സാധിക്കും. ഭൂപാദൗ യസ്യ നാഭിർ വിയത് അസു അനില ചന്ദ്രസൂര്യൗച നേത്രേ. കർണൗ ആശ ശിരോദൗർമുഖമഭിദഹനോ യസ്യ വാസ്തേയമബ്ധിഃ. അന്തസ്ഥം യസ്യ വിശ്വം സുരനര ഖഗോ ഭോഗി ഗന്ധർവ ദൈത്യൈഃ. ചിത്രം രമ്യതേ തം ത്രിഭുവനവപുഷം വിഷ്ണു ഈശം നമാമി. അങ്ങനെ മൂന്ന് ലോകങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മഹാവിഷ്ണുവിനെ ഞാനിതാ വന്ദിക്കുന്നു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. ഇനി സർവലോകൈകനാഥം ഭവഭയഹരം വിഷ്ണു വന്ദേ. സർവലോകത്തിനും നാഥനായിട്ടുള്ളവനും ഭവഭയത്തെ, ഈ സംസാരസാഗരത്തെ, സംസാരഭയത്തെ, സംസാരസാഗരത്തിലെ ഭയത്തെ ഹരിക്കുന്നവനും ഇല്ലാതാക്കുന്നവനുമായ ആ വിഷ്ണുവിനെ ഞാനിതാ വന്ദിക്കുന്നു. അഹം വന്ദേ. പിന്നെ എന്താണ് അദ്ദേഹത്തിനുള്ള വിശേഷണങ്ങൾ? എല്ലാം അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ തന്നെയാണ്. ശാന്താകാരം, ആകാരം ആകൃതിയാണ്, സ്വരൂപം, ശാന്തമായ സ്വരൂപത്തോടു കൂടിയവനും. ഭുജഗശയനം, ഭുജകം സർപ്പം, ആ സർപ്പ ശയ്യ സ്വീകരിച്ചിട്ടുള്ളവനും സർപ്പത്തിന്മേൽ ശയിക്കുന്നവനും. പത്മനാഭം, ഏതൊരാളിന്റെ നാഭിയിലാണോ പത്മമുള്ളത്, നാഭിയിൽ താമരപ്പൂ ഉള്ളവനും. സുരേശം, സുരന്മാർക്ക് പോലും ദേവന്മാർക്ക് പോലും ഈശനായിട്ടുള്ളവനും. വിശ്വാധാരം, ഈ വിശ്വത്തിന് മുഴുവനും ആധാരമായിട്ടുള്ളവനും. ഇനി ചിലപ്പോൾ ചിലയിടത്ത് വിശ്വാകാരം എന്ന് കാണാറുണ്ട്. അങ്ങനെയാണെങ്കിലും നമുക്ക് അർത്ഥം പറയാം, ഈ വിശ്വത്തിന്റെ ആകൃതിയോട് കൂടിയവനും. ഗഗന സദൃശം,
ഗഗനം ആകാശമാണ്. ആകാശം പോലെ എല്ലായിടത്തും വ്യാപിക്കുന്നവൻ. ആകാശത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. എല്ലായിടത്തും എവിടെ ചെന്ന് നോക്കിയാലും അവിടെ എല്ലാ ആകാശം ഉണ്ടാകും. അങ്ങനെ ഗഗനത്തിന് സദൃശനായിട്ടുള്ളവനും, മേഘവർണം കാർമേഘത്തിന്റെ നിറം പോലെയുള്ള നിറമുള്ളവൻ, മേഘത്തിന്റെ വർണ്ണമുള്ളവനും, ശുഭാംഗം ശുഭമായ മംഗളകരങ്ങളായ അവയവങ്ങളോട് കൂടിയവനും, ശുഭമായ അംഗങ്ങളുള്ളവനും, ലക്ഷ്മീകാന്തം സാക്ഷാൽ മഹാലക്ഷ്മിയുടെ കാന്തനായിട്ട് ഭർത്താവായിട്ടുള്ളവനും, കമലനയനം താമരക്കണ്ണനും, താമരയിതൾ പോലെ മനോഹരമായ കണ്ണുകളുള്ളവനും, യോഗി ഹൃദ്ധ്യാനഗമ്യം യോഗിമാർ അവരുടെ ഹൃദയം കൊണ്ട്, യോഗിമാരുടെ ഹൃദയത്തിൽ ധ്യാനത്തിലൂടെ ഗമിക്കുന്നവൻ. അവർ ധ്യാനിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലേക്ക് ഗമിക്കുന്നവനാണ്. അവിടെയും ഒരു പാഠഭേദം കണ്ടുവരാറുണ്ട്. യോഗിഭിഹി ധ്യാനഗമ്യം. അവിടെയും നമുക്ക് അന്വയം പറഞ്ഞ് അർത്ഥം കണ്ടെത്താം. യോഗിമാരാൽ ധ്യാനത്തിലൂടെ ഗമിക്കപ്പെടുന്നവൻ. യോഗിമാർ ധ്യാനത്തിലൂടെയാണ് അദ്ദേഹത്തിലേക്ക് ഗമിക്കുന്നത്. ഇനിയും യോഗിമാരുടെ ഹൃദയത്തിലേക്ക് ധ്യാനത്തിലൂടെ ഗമിക്കപ്പെടുന്നവൻ എന്ന് രണ്ടു തരത്തിലും നമുക്കതിന് അർത്ഥം പറയാം. യോഗി ഹൃദ്ധ്യാനഗമ്യം. അങ്ങനെയൊക്കെയുള്ള വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. അങ്ങനെ സർവലോകത്തിനും നാഥനായിട്ടുള്ള ഈ ഭവഭയത്തെ, സംസാര സാഗര ഭയത്തെ ഹരിക്കുന്നവനും ഇല്ലാതാക്കുന്നവനുമായ വിഷ്ണു വന്ദേ. വിഷ്ണുവിനെ ഞാനിതാ വന്ദിക്കുന്നു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. തുടർന്ന് മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോത്ഭാസിതാംഗം പുണ്യോവേദം പുണ്ടരീകായദാക്ഷം വിഷ്ണു വന്ദേ സർവലോകൈകനാഥം. സർവലോകൈകനാഥം വിഷ്ണു വന്ദേ എന്നർത്ഥം. സർവലോകത്തിനും ഏകനാഥനായിരിക്കുന്ന, അതാ സർവലോകങ്ങൾക്ക് ഒരേ ഒരു നാഥൻ, ഏകനാഥനായിരിക്കുന്ന വിഷ്ണുവിനെ ഞാനിതാ വന്ദിക്കുന്നു. പിന്നെ എങ്ങനെയൊക്കെയുള്ളവനാ വിഷ്ണു? മേഘശ്യാമനാണ്. മേഘത്തിന്റെ ശ്യാമനിറം, കറുപ്പ് നിറമുള്ളവനും. പീത കൗശേയ വാസം. പീതം മഞ്ഞയാണ്, കൗശേയം പട്ട്, വാസസ് എന്ന് പറയുന്ന വസ്ത്രം. അപ്പോ മഞ്ഞപ്പട്ടാകുന്ന വസ്ത്രത്തോടു കൂടിയവനും, മഞ്ഞപ്പട്ട് ധരിച്ചവനും, പീതാംബരധാരിയും. ശ്രീവത്സാംഗം. ശ്രീവത്സം എന്ന് പറയുന്ന ഭഗവാന്റെ മാറിലുള്ള ഒരു അടയാളം അത്രേ. ആ ശ്രീവത്സം എന്ന അംഗം, അടയാളത്തോടു കൂടിയവനും. കൗസ്തുഭോത്ഭാസിതാംഗം. ആ കൗസ്തുഭത്തെ കൊണ്ട് ഉത്ഭാസിക്കുന്ന, കൗസ്തുഭത്തെ കൊണ്ട് ഭാസിക്കുന്ന അംഗത്തോടു കൂടിയവനുമാണ്. കൗസ്തുഭോത്ഭാസിത അംഗം. കൗസ്തുഭം ഭഗവാന്റെ മാറിലുള്ള രത്നമാണ്. ആ രത്നത്താൽ ശോഭിക്കുന്ന അംഗമുള്ളവനും. പുണ്യോപേതം എന്നാണ്. പുണ്യോപേതം, പുണ്യ ഉപേതം, പുണ്യം തികഞ്ഞവനാണ്. പുണ്യം തികഞ്ഞ ഭഗവാൻ. പുണ്ടരീകായതാക്ഷനാണ്. പുണ്ടരീകത്തിന്റെ ആയതമായ അക്ഷം. പുണ്ടരീകത്തിന്റെ, താമരയുടേതുപോലെ വിശാലമായ, ആയതം വിശാലമാണ്, താമര ഇതൾ പോലെ വിശാലമായ അക്ഷികളോട് കൂടിയവനും. സർവലോകൈകനാഥം. എല്ലാ ലോകത്തിനും ഏകനാഥനായിട്ടുള്ളതുമായ വിഷ്ണുവിനെ ഞാനിതാ വന്ദിക്കുന്നു എന്ന് അർത്ഥം. സശംഖചക്രം സകിരീടകുണ്ടലം സഭീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം. സശംഖചക്രം, ശംഖ് ചക്രം എന്നിവയോട് കൂടിയതും. സ ചേർക്കുമ്പോൾ അതിനോട് കൂടിയത് എന്നർത്ഥം കിട്ടും. ഇവിടെ എല്ലാത്തിന്റെയും കൂടെ സ ചേർത്തിട്ടുണ്ട്. സശംഖചക്രം, ശംഖചക്രങ്ങളോട് കൂടിയതും. സ കിരീടകുണ്ടലം, കിരീടകുണ്ടലങ്ങളോട് കൂടിയതും. ഇപ്പൊ ശംഖ്, ചക്രം, കിരീടം, കുണ്ടലം എന്നിവയോട് കൂടിയത്.
സ പീതവസ്ത്രം, മഞ്ഞ വസ്ത്രം ഉടുത്തവൻ, മഞ്ഞ വസ്ത്രത്തോടു കൂടിയവൻ. സരസീരുഹേക്ഷണം, സരസീരുഹം താമരയാണ്. സരസി രോഹതേ, ഇത് സരസീരുഹം എന്നാണ്. സരസിൽ മുളച്ചു വരുന്നത്, തടാകത്തിൽ ഉണ്ടാവുന്നത്, വെള്ളത്തിലുണ്ടാവുന്നത് താമര. സരസീരുഹ ഈക്ഷണം, ആ താമരയുടേതുപോലുള്ള ഈക്ഷണം, കണ്ണുകളുള്ളവൻ, താമരക്കണ്ണൻ. താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവനും. സഹാരവക്ഷസ്ഥലശോഭി കൗസ്തുഭം, സഹാരം, ഹാരത്തോടു കൂടിയവൻ, മാല. എവിടെ? വക്ഷസ്ഥലത്ത്. വക്ഷസ്ഥലത്ത് മാല കൊണ്ട് ശോഭിക്കുന്നു. പിന്നെ കൗസ്തുഭവുമുണ്ട്, മാലയുമുണ്ട്, വനമാലയുമുണ്ട്, കൗസ്തുഭവുമുണ്ട്. ഇത് രണ്ടും കൊണ്ട് ശോഭിക്കുന്ന വക്ഷസ്ഥലത്തോട് കൂടിയവനും മാറിടത്തോടു കൂടിയവനും. പിന്നെ എങ്ങനെയാണ്? നമാമി, അങ്ങനെയുള്ള വിഷ്ണുവിനെ ഞാനിതാ നമിക്കുന്നു. ശിരസ, ശിരസ്സു കുനിച്ച് ഭഗവാനെ ശിരസ്സുകൊണ്ട് ഞാനിതാ നമിക്കുന്നു. എങ്ങനെയുള്ള ഭഗവാൻ? ചതുർഭുജം, 4 തൃക്കൈകളോട് കൂടിയവനുമായ, ശംഖചക്രങ്ങളോടും കിരീടകുണ്ടലങ്ങളോടും മഞ്ഞപ്പട്ട് വസ്ത്രത്തോടും താമര പോലെ, താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവനും വനമാലയും കൗസ്തുഭവും മാറിലണിഞ്ഞവനുമായ, 4 തൃക്കൈകളോട് കൂടിയവനുമായ ആ വിഷ്ണുവിനെ ഞാനിതാ ശിരസ്സു നമിച്ച്, ശിരസ്സുകൊണ്ട് ഞാനിതാ നമിക്കുന്നു എന്നർത്ഥം. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമം ആയതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. അഹം കൃഷ്ണം ആശ്രയേ, ഞാനിതാ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആശ്രയിക്കുന്നു. എങ്ങനെയൊക്കെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ആശ്രയിക്കുന്നത്? ഛായായാം പാരിജാതസ്യ, ഛായായാം പാരിജാതസ്യ, പാരിജാതസ്യ ഛായായാം എന്ന് പറയുമ്പോൾ അന്വയമായി പാരിജാതത്തിന്റെ, പാരിജാത വൃക്ഷത്തിന്റെ ഛായയിൽ, അതിന്റെ തണലിൽ ഇരിക്കുന്നവനും. അതിന്റെ തണലിൽ എവിടെയാ ഭഗവാൻ ഇരിക്കുന്നത്? ഹേമസിംഹാസനോപരി, ഒരു സിംഹാസനത്തിന്റെ ഉപരിയാണ്, സിംഹാസനത്തിന് മുകളിലാണ്, സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. എങ്ങനെയുള്ള സിംഹാസനം? ഹേമസിംഹാസനോപരി, സ്വർണ സിംഹാസനത്തിൽ. അപ്പോ പാരിജാത വൃക്ഷത്തിന്റെ തണലിൽ സ്വർണ സിംഹാസനത്തിൽ ആസീനം ഇരിക്കുന്നു. എങ്ങനെ? അംബുദശ്യാമം, ശ്യാമം കറുപ്പാണ്, അമ്പുതം മേഘമാണ്. അമ്പുതശ്യാമം കാർമേഘത്തിന്റെ നിറത്തോടു കൂടിയതും. ആയതാക്ഷം, വിശാലമായ കണ്ണുകളോട് കൂടിയവനുമാണ്. ആയതാക്ഷമലങ്കൃതം, ആ വിശാലമായ കണ്ണുകളോട് കൂടിയവനുമായ ആ ഭഗവാൻ ഭൂഷകളൊക്കെ അണിഞ്ഞിട്ടാണ്, അലങ്കൃതമാണ്. വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞിട്ട് അലങ്കരിക്കപ്പെട്ടവനായിട്ട് അങ്ങനെ ഇരിക്കുന്നു. അപ്പോ ഈ ശ്ലോകം അങ്ങനെ ചൊല്ലുമ്പോൾ ഭഗവാൻ ഇരിക്കുന്ന ആ രൂപം നമ്മുടെ മനസ്സിൽ അങ്ങനെ തെളിയണമെങ്കിൽ അതിന് നല്ല അർത്ഥബോധത്തോടെ നമ്മൾ ചൊല്ലേണ്ടിയിരിക്കുന്നു. പാരിജാതത്തിന്റെ തണലിൽ, സ്വർണസിംഹാസനത്തില്, കാർമേഘത്തിന്റെ നിറമുള്ളവനും, വിശാലമായ താമരയിതൾ പോലെ വിശാലമായ കണ്ണുകളുള്ളവനും, അടയാഭരണങ്ങൾ അണിഞ്ഞവനും, ചന്ദ്രാനനം, ഭഗവാന്റെ മുഖം, ആ മുഖം എങ്ങനെയുള്ളതാണ്? ചന്ദ്രനെ പോലെ, ചന്ദ്രിക പോലെ ശോഭിക്കുന്ന മുഖം. ചതുർബാഹും, 4 തൃക്കൈകൾ. ശ്രീവത്സാങ്കിത വക്ഷസം, ആ ശ്രീവത്സം എന്ന മറുകോടുകൂടിയ ആ ശ്രീവത്സത്തിന്റെ അങ്കനമുള്ള, അങ്കിതമായ ആ വക്ഷപ്രദേശം, ശ്രീവത്സാങ്കിത വക്ഷസം. ഇനിയും ഭഗവാൻ ഒറ്റയ്ക്കാണോ ഇരിക്കുന്നേ? അല്ല. രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം, ഭഗവാന്റെ ഇടവും വലവുമുണ്ട് 2 ഭാര്യമാർ. ഒരിടത്ത് രുക്മിണിയും മറ്റൊരിടത്ത് സത്യഭാമയും. അതാണ് സത്യഭാമാഭ്യാം, ദ്വിവചനമാണ്. രുക്മിണിയും സത്യഭാമയും, അവർ 2 പേരും. രുക്മിണി സത്യഭാമാഭ്യാം സഹിതം, രുക്മിണിയോടും സത്യഭാമയോടും ഒപ്പം ഇരിക്കുന്നവനായ കൃഷ്ണമാശ്രയേ, ഭഗവാൻ ശ്രീകൃഷ്ണനെ ഞാനിത് ആശ്രയിക്കുന്നു. അപ്പോ ആ രൂപം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ, അതാണ് ധ്യാനം ശ്ലോകം എന്ന് പറയുന്ന. ആ ശ്ലോകം ചൊല്ലുമ്പോൾ ആ ധ്യാനത്തിലൂടെ ഭഗവാന്റെ രൂപം അങ്ങനെ മനസ്സിലേക്ക് ആവാഹിക്കുവാൻ നമുക്ക് കഴിയണം. പാരിജാതത്തിന്റെ തണലില്, സ്വർണസിംഹാസനത്തില്, രുക്മിണി സത്യഭാമമാരോടൊപ്പം
ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് വിശാലമായ താമരയിതൾ പോലെ വിശാലമായ കണ്ണുകളോടുകൂടിയവനും കാർമേഘത്തിന്റെ നിറമുള്ളവനും ചന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന മുഖമുള്ളവനും 4 തൃക്കൈകളും ശ്രീവത്സം എന്ന അടയാളം മാറിടത്തിലുള്ളവനും ആയ കൃഷ്ണൻ, അങ്ങനെ രുക്മിണി സത്യഭാമമാരോടൊപ്പം ഇരിക്കുന്ന ആ രൂപത്തെ ഞാനിതാ വർണ്ണിക്കുന്നു, വന്ദിക്കുന്നു, ആശ്രയിക്കുന്നു. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമം ആയതാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാങ്കിതവക്ഷസും രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. ആ പാരിജാത വൃക്ഷത്തിന്റെ തണലിൽ സ്വർണസിംഹാസനത്തിൽ രുക്മിണി സത്യഭാമമാരോടൊപ്പം ഇരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദപത്മത്തിലേക്ക് ഈ വാക്കുകൾ സമർപ്പിച്ചിട്ട് തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ധന്യവാദം.